ഞാൻ കേട്ടില്ലല്ലോ. അതിപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ആരായി അപ്പുക്കുട്ടമേനോൻ? അപ്പുക്കുട്ടമേനോൻ ഇവിടുത്തെ അക്കൗണ്ടന്റാ. ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ. എന്താ കാര്യം? സ്റ്റേഷൻ വരെ ഒന്നുമില്ല, എസ് ഐ പറഞ്ഞു. അതെ, എന്താ കേസ്? കേസ് എന്താണെന്ന് എനിക്ക് അറിയില്ല മിസ്റ്റർ. ആള് പുറത്തൊന്നും പോയിട്ടില്ല. അപ്പൂട്ട് സാറേ, ഇവിടെ എന്തെടുക്കുവാ? ഞാൻ എന്റെ പേന പരതുകയായിരുന്നു. പേനല്ലേ ഇരിക്കുന്നത്? ആ പേനല്ല, വേറൊരു പേന. സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ എസ് ഐ പറഞ്ഞു. അത് ശരി, എസ് ഐ പറഞ്ഞു അല്ലേ? എസ് ഐ പറയും. എസ് ഐ എന്റെ ഒരു ക്ലാസ്മേറ്റാ. എന്നോട് ഒരുപാട് തവണ പറഞ്ഞതാ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ. ഞാൻ പോയില്ല, തെറ്റായി പോയി. അത് ഞാൻ വൈകുന്നേരം വന്നേക്കാം. ഇപ്പൊ വരണം. ഇപ്പൊ തന്നെ വരാം. ഞാൻ ഈ പേന കാണാത്തതുകൊണ്ടുള്ള ഒരു എസ് ഐ ആയതുകൊണ്ട്. അല്ല, ഞാൻ നിങ്ങൾ ആരും ഒന്നും പേടിക്കണ്ട. ഞാൻ പോയിട്ട് പിന്നെ വരാം കേട്ടോ. അപ്പൊ നീ സത്യം പറയില്ല അല്ലേ? ഞാൻ സത്യം പറഞ്ഞു. ഒക്കെ നുണയാണെന്ന് സാറ് പറഞ്ഞു. ഇനിയിപ്പോ ഒന്നേ ഉള്ളൂ, സാർ എന്നെ മൃഗീയമായി മർദ്ദിക്കുക. അപ്പൊ ഞാൻ എല്ലാം സമ്മതിക്കും. പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നു, ഡെഡ് ബോഡി ഒളിപ്പിച്ചു. സാറ് പറഞ്ഞത് മുഴുവൻ ഞാൻ സമ്മതിക്കും. ഇടിക്കണം. എങ്കിൽ പിന്നെ ഇടി തന്നെ ആവാം അല്ലേടോ? നിരപരാധി ആണെങ്കിൽ പിന്നെ എന്നെ കണ്ടപ്പോ ഇയാൾ ഒളിക്കാൻ നോക്കിയെന്തിനാ? അത് ഞാൻ എന്റെ പേന തപ്പിയതാ. ഇത് താൻ പോയി വല്ല സ്കൂൾ മാഷന്മാരോടും പറയാൻ. ചിലപ്പോ അവര് വിശ്വസിച്ചോളൂ. ഇടിച്ചാ സമ്മതിക്കെന്ന് പറഞ്ഞില്ലേ? എന്തിനാ ഞങ്ങൾ വെറുതെ മെനക്കെടുത്തുന്നത്? ഇടിക്കാതെ എങ്ങ് സമ്മതിച്ചൂടെ? പറ, ഡെഡ് ബോഡി എവിടെ ഒളിപ്പിച്ചു? നാരായണനും പെണ്ണും തന്റെ വീട്ടിൽ വന്നില്ലേ? അത് ഞാൻ സമ്മതിച്ചല്ലോ. പിന്നെ ബാക്കിയും കൂടെ സമ്മതിക്കടോ? സാർ നിർബന്ധിച്ചാൽ ഞാൻ സമ്മതിക്കും. നിർബന്ധിക്കാതെ സമ്മതിക്കടോ? ഇത് ചില്ലറ കേസല്ല, സുന്ദരിയായ ഒരു പെണ്ണിനെ കാണാതായ കേസ്. അവൾ അത്രക്ക് സുന്ദരിയൊന്നുമല്ല സാർ. അതാണോ തീരുമാനിക്കാൻ? സോറി സാർ, സാർ തീരുമാനിച്ചാൽ മതി. ഇയാൾ എന്താ ചെയ്യാ? ഇടിക്കാൻ സാർ. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം തന്നെ ഞാൻ വിടാം. പക്ഷെ ഇന്ന് തന്നെ ആ പെണ്ണിനെ ഇവിടെ ഏൽപ്പിക്കണം. കിട്ടിയാൽ ഏൽപ്പിക്കാം സാർ. അതൊന്നും എനിക്കറിയണ്ട. കിട്ടുന്നത് വരെ എന്നും താൻ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണം. എന്താ, ഇന്ന് എനിക്ക് ഇടിക്കാൻ ഒരു മൂടില്ല. പെണ്ണിനെ കൊണ്ടുവന്നില്ലെങ്കിലേ ഇടിച്ചിടിച്ച് തന്നെയും തന്റെ കൂട്ടുകാരനെയും പൾപ്പ് സാറെടുക്കും. ചുമ്മാ ഇടിച്ചിട്ടെന്ത് കാര്യം? ഇവന്മാർക്കൊന്നും അറിയാൻ പാടില്ലെന്നാ തോന്നുന്നത്. ശരിയാണ് സാർ. പിന്നെ താൻ എന്തിനായാലും ഇടിക്കാൻ പറഞ്ഞല്ലോ? നമ്മുടെ രീതി. പക്ഷെ ഒരു കാര്യം, ഇവന്റെയും മറ്റവന്റെയും പുറത്ത് എന്തായാലും ഒരു കണ്ണു വേണം. യെസ് സാർ. പേടിക്കണ്ട, ഞാനാ. വാതിൽ പൂട്ടിയിട്ട് ഞാൻ ആ മരത്തിന്റെ മറവിൽ നിൽക്കുകയായിരുന്നു. ആരൊക്കെയാണ് നമ്മളെ അന്വേഷിച്ച് ഇവിടെ വരുന്നതെന്ന് വാച്ച് ചെയ്യാൻ. വാതിൽ തുറക്ക്. പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. അയ്യോ, ആ പെണ്ണ് മിസ്സിംഗാ. നമ്മളവളെ കൊന്നെന്നാ പോലീസ് പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ സ്ഥലം കാലിയാക്കാൻ. ഈ കേസിൽ ഞാനില്ലല്ലോ. നീ ഒന്നാം പ്രതി. എന്റെ ഈശ്വര, ഞാൻ നിരപരാധിയാണെന്ന് നീ പറഞ്ഞില്ലേ? പറഞ്ഞില്ല. ഇതാണ് ചതി. പറഞ്ഞാൽ അവര് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? എല്ലാ തെളിവുകളും നിനക്കെതിരായതുകൊണ്ട്. നീ എങ്ങോട്ട് പോകുന്നു? ഒന്നും തീരുമാനിച്ചിട്ടില്ല. തൽക്കാലം പിടികൊടുക്കാതിരിക്കാൻ. ആ പെണ്ണ് ശരിക്കും മരിച്ചോ? അത് എനിക്കെങ്ങനെ അറിയാം? എന്തായാലും ഞാൻ കൊന്നിട്ടില്ല. പിന്നെ ഞാനാണോ കൊന്നത്? അത് എനിക്കറിയില്ലല്ലോ. അപ്പുകുട്ടാ, നീ ഒരുത്തനാ ഇതിനൊക്കെ കാരണം. പ്രേമം, ജോലി, കല്യാണം, ഒലക്ക. എനിക്കിപ്പോ കണ്ടക ശനിയാണെന്ന് ജോത്സ്യം പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ബോധ്യായി. ശനി മീശയും വെച്ച് വന്നിരിക്കുക നിന്റെ രൂപത്തിൽ. വേണ്ടാത്ത ഊരാക്കുടുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറ്റക്കാരൻ ഞാനാ. നീ മാത്രമാ കുറ്റക്കാരൻ. പോലീസ് അന്വേഷിച്ച പറഞ്ഞേക്ക് ഞാൻ കേരളത്തിലേ ഇല്ലെന്ന്. അങ്ങനെ എന്നെ മാത്രം ഇവിടെ നിർത്തിയിട്ട് നീ മാത്രം രക്ഷപ്പെടണ്ട. ഞാനും വരുവാ. ആരൊക്കെയായത്? നല്ല സമയം നോക്കിയാ വന്നത്. അമ്മേ, രാധികേ, ശോഭേ, പ്രമോദേ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കാർ വന്നപ്പോ നിങ്ങൾ എന്തിനാ ഓടിയത്? അത് കാറിന്റെ വരവ് കണ്ടപ്പോ ബ്രേക്ക് പോയി. ബ്രേക്ക് പോയെന്ന് വിചാരിച്ചു. അല്ല പിന്നെ ഞങ്ങൾ തന്നെ ഓടുന്നു. അത്രേ ഉള്ളൂ. നീ എന്താടാ ഈ ആഴ്ച വീട്ടിലേക്ക് വരാഞ്ഞത്? കല്യാണത്തിന്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ കല്യാണത്തിന്റെ പെങ്ങളുടെ മകളുടെ രാധിക പറഞ്ഞു. പിന്നെ പിള്ളേർക്കും വലിയ ആഗ്രഹം. എങ്കിൽ പോന്നേക്കാവുന്ന എനിക്കും തോന്നി. വന്നത് നന്നായി, വളരെ നന്നായി. പക്ഷെ ഞങ്ങൾ ഈ വീട് കാലി ചെയ്യാൻ പോവാ. ഇതുപോലെ ഇടക്കിടക്ക് വരണം. എന്തോ നട നിങ്ങൾ തമ്മില്? ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വീട് കാലി ചെയ്യാം. നമുക്ക് നിങ്ങൾ വന്ന് അതേ കാറിൽ നാട്ടിലേക്ക് പോവാം എല്ലാവരുമായിട്ട്. അപ്പം കൊണ്ടിരിക്കട്ടെ. നീ എന്താടാ ഈ പറയുന്നേ? ഇത്രയും ദൂരം സഞ്ചരിച്ചു വന്നിട്ട്? അമ്മ വീട്ടുടമസ്ഥനെ തെളിയേക്കേണ്ടി വരും. ആഹാ, അങ്ങനെ ഒരു വീട്ടുടമസ്ഥനെ എന്നാ ഒന്ന് കാണണല്ലോ. അമ്മേ, പോടാ.
ഞങ്ങൾക്ക് ഈ സിറ്റി ഒക്കെ ഒന്ന് കാണണം. 1-2 ആഴ്ച ഒരു കറക്കം. രാജേട്ടൻ പേടിക്കണ്ട, ആവശ്യത്തിനുള്ള കാശൊക്കെ ഞാൻ അച്ഛൻ്റെ കയ്യിൽ ഒപ്പിച്ചിട്ടുണ്ട്. ഏയ് കാശൊന്നും ഒരു പ്രശ്നമല്ല. എവിടെ ഇവിടുത്തെ അടുക്കള? വെപ്പും കുടിയൊക്കെ ഉണ്ടോ ഇവിടെ? വാ മോളെ. വെപ്പുണ്ട്. പക്ഷെ കൂടുതലും വേലവെപ്പാണെന്ന് മാത്രം അല്ലേ? ഞാൻ ഇതുവരെ എയർപോർട്ട് കണ്ടിട്ടില്ല. എനിക്ക് കണ്ട മൃഗശാലയാ. രണ്ടും കാണിക്കാം കേട്ടാ. ഇതെന്തിനാ അയാളെ അകത്തിട്ട് പൂട്ടിന്? ഇതാണ് അയാളുടെ മുറി. അതിനെന്തിനാ പുറത്തുനിന്ന് പൂട്ടിന്? പുറത്തുനിന്നല്ല അവൻ അകത്തുനിന്ന് പൂട്ടാൻ വെക്കൂ ഇല്ലേ? പൈപ്പിൽ വെള്ളം നിന്നുമല്ലേ? അതുകൊണ്ടുകൂടിയാ വീട് മാറാൻ തീരുമാനിച്ചത്. ഹൗസ് ഓണർ വന്ന് ചീത്ത വിളിക്കുന്നു പറഞ്ഞിട്ട് ആളെ കണ്ടില്ലല്ലോ. വരാതിരിക്കില്ല. നാളെ എന്തായാലും ഞാൻ വേറെ വീട് കണ്ടുപിടിക്കും. എയർപോർട്ട് ഇവിടെ അടുത്താണ് വല്യേട്ടാ. എയർപോർട്ട് ഒരു ചുക്കുമില്ല കാണാൻ. അല്ല, നിങ്ങളൊക്കെ നാളെ സ്ഥലം വിടുമല്ലേ? ഞങ്ങളെ പറഞ്ഞേക്കാൻ നിനക്കെന്താ എത്ര ധൃതി? അതുകൊണ്ടല്ല. അല്ല, ആ അപ്പുകുട്ടൻ മുറിക്കകത്താക്കിയത് നീ മറന്നോ? കഷ്ടം. ചെന്ന് വിളിക്കടാ അയാളെ. അയ്യോ, ഇല്ലെങ്കി വിശന്ന് ചത്തുപോകും. സത്യത്തിൽ ഞാനതങ്ങ് മറന്നുപോയി. അപ്പുകുട്ടാ, അയ്യോ, ഇവനിത് എവിടെ പോയി? നീ ഒറ്റക്ക് പേസിയടാ. എനിക്ക് സ്വന്തമായ ഒരു ജീവിതം വേണടാ. അങ്ങനെ ഓടി രക്ഷപ്പെടാന്ന് വിചാരിക്കുന്ന നിൽക്കാനാ പറഞ്ഞു. നീ ഇതെന്തായി കാണിക്കണേ? പെട്ടെന്ന് എനിക്ക് അവനോട് ദേഷ്യം വന്നു, ഓടിച്ചു. എന്നിട്ട് നിക്കട അവിടെ നിന്നാണല്ലോ നീ പറഞ്ഞു കേട്ടെ. അങ്ങനെ പറഞ്ഞാലേ അവൻ ഓടും. കോട്ടത്തറ ഏരിയയിൽ ഒരു വീടുണ്ട്. ചെറുതാ, പക്ഷെ കൊള്ളാം. 800 രൂപ വാടക കൊടുക്കണം. വഴി എങ്ങനെ? റോഡ് സൈഡാ. മുറ്റത്ത് വരെ വണ്ടി വരും. അത് വേണ്ട. അതെന്താ? അടുത്തങ്ങ് റോഡ് കാണരുത്. വീട് പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയരുത്. അതെന്താ സാർ അങ്ങനെ? അതങ്ങനെ. സാധാരണ ആളുകൾ വഴി നന്നായിരിക്കണം. ഞാൻ സാധാരണ ആളല്ല. പക്ഷെ വീടിന്റെ വാതിലൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കണം. അകത്ത് നിന്ന് അടച്ചാൽ ആന ചവിട്ടിയാലും തുറക്കാൻ പറ്റുന്നത്. മിസ്റ്റർ രാജേന്ദ്രനല്ലേ? അതെ. ഞാൻ വർമ്മ. കൽപ്പന തിയേറ്റേഴ്സ് കേട്ട് കാണും. കേട്ടിട്ടില്ല. ഞങ്ങളാണ് ജമന്തിയുടെ നിറം പച്ച എന്ന നാടകം അവതരിപ്പിച്ചത്. 600 കളി കഴിഞ്ഞു. ഞാനാണ് അതിൽ കുഷ്ഠരോഗിയുടെ വേഷം അഭിനയിച്ചത്. ഭയങ്കര അപ്ലാസ് ആയിരുന്നു. അത് കണ്ടു കാണും. ഇല്ല. സാരമില്ല, കാണാൻ ഇനി സമയമുണ്ടല്ലോ, കാണാം. പിന്നെ എന്റെ സ്വന്തം സമിതിയാണ് കൽപ്പന തിയേറ്റേഴ്സ്. ഞങ്ങളിപ്പോ ക്ലിയോപാട്ര റിഹേഴ്സൽ എടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് സാറിന്റെ ചെറിയൊരു സഹായം വേണം. ഒന്ന് റിഹേഴ്സൽ ക്യാമ്പ് വരെ വരണം. നാടകവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഞാൻ എന്ത് സഹായം ചെയ്യാൻ പറ്റും. ക്യാമ്പിൽ ചെന്നിട്ട് ഒക്കെ വിശദമായിട്ട് പറയാം. പ്ലീസ് കം. എനിക്ക് ടൈമില്ല സാർ. താമ്പാ, ഞാനൊരു വാടക വീട് അന്വേഷിച്ചു. നിക്ക് വാടക വീടാണോ? ആ കാര്യം എനിക്ക് വിട്ടേക്ക്. ഏത് ടൈപ്പ് വീട് വേണമെങ്കിലും എന്റെ കസ്റ്റഡിയിലുണ്ട്. പക്ഷെ 1-2 ഡിമാൻഡ്സ് ഉണ്ട്. ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വീടായിരിക്കണം. സ്ട്രോങ് വാതിലായിരിക്കണം. ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. സാറ് വാ. എന്നാ പിന്നെ നിങ്ങൾ വയ്ക്കും, നമുക്ക് പിന്നെ കാണാം. അതെന്ത് പണിയാ സാറേ? രാവിലെ മുതലേ മറ്റു ജോലിയൊക്കെ വിട്ടിട്ട്. അത് ശരിയാ, ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കാം. വേണ്ട, നമ്മളൊക്കെ മലയാളികളല്ലേ. വാ, കേറ്. ഞാൻ എന്നും മങ്ങിയോട് കാണും. രാധേ ചേച്ചി, ദേ വെല്ലിട്ട് വന്നു. എന്തൊരു പോക്കാ വെല്ലിട്ട ഇത്? ഇപ്പൊ ഒരു വിചാരിച്ച് ഉച്ച മുതൽ കാത്തിരിക്കുക. എന്ത് കാര്യത്തിന്? രാധിക അകത്തുണ്ടോ? അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. എന്ത് സംഭവിക്കാൻ? അത് ഇപ്പോഴത്തെ കാലമല്ലേ, ആർക്കും എന്തും എപ്പോഴും സംഭവിക്കാമല്ലോ. വേഗം പുറപ്പെട്ടോളൂ, വേഗമാട്ടെ. ഇനിയിപ്പോ 6:30 ഷോ ഉള്ളൂ. ഷോയോ? എന്ത് ഷോ? അപ്പൊ ശോഭ പറഞ്ഞില്ലേ ഞങ്ങൾ എല്ലാരും കൂടി ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി രാജേട്ടനെ കാത്തിരിക്കായിരുന്നു. പിന്നെ സിനിമ. എലിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് വീണ വായന. ഞാൻ സിനിമയ്ക്ക് പോകുന്ന കാര്യമല്ല പറഞ്ഞത്, നാട്ടിലോട്ട് പുറപ്പെടുന്ന കാര്യമാ. പുറപ്പെട്ടോളൂ, വേഗം പുറപ്പെട്ടോളൂ. ഏത് സിനിമയ്ക്കാടി നമ്മൾ പോകുന്നത്? അമ്മയ്ക്കും തുടങ്ങിയോ സിനിമ ഭ്രാന്ത്? എനിക്കൊരു ഭ്രാന്തുമില്ല. പിള്ളേര് പറഞ്ഞപ്പോ. പിള്ളേരങ്ങനെ പലതും പറയും. ബുദ്ധിയുള്ള രക്ഷിതാക്കൾ വേണം അവരെ ഉപദേശിച്ച് നേരെയാക്കാൻ. മനസ്സിലായോ? ഈ രാജേട്ടന് ഇത് എന്ത് പറ്റി? ഒരു സിനിമ കാണുന്ന അത്ര വലിയ കുറ്റമാണോ? എന്റെ വേദന നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇവനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല മോളെ. ഞാൻ വന്നതാ ഇഷ്ടപ്പെടാത്ത. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടമാ. ഞാനങ്ങ് പോയേക്കാം. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ജോലി വാങ്ങിച്ചു കൊടുക്കുകയും കൂടെ താമസിപ്പിക്കുകയും ചെയ്ത കൂട്ടുകാരനെ ഓടിച്ചവനല്ലേ ഇവൻ. സ്വന്തക്കാരെ മുഴുവൻ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കല ഇപ്പൊ ഇവന്റെ ജോലി. ഒന്ന് നിർത്തുന്നുണ്ടോ? എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഡെസ്പാച്ച്, പുട്ടപ്പ്, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ് ഓഫീസിൽ. അതിനിടയിൽ നാളെ ജമ്മു കാശ്മീരിൽ പോകാൻ എന്നോട് MD പറഞ്ഞിരിക്കുക. കാശ്മീരിലോ? അതെ, അതുകൊണ്ടാണ് നിങ്ങളോട് നാട്ടിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞത്. കാശ്മീർ ആ കുഴപ്പം പിടിച്ച സ്ഥലമല്ലേ? അതിനെക്കാട്ടെ കുഴപ്പം പിടിച്ച സ്ഥലമാണ് ഇത്. കേരളത്തിൽ എന്താ കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴാ കുഴപ്പം ഉണ്ടാവും പറയാൻ പറ്റുമോ? ഇവന്റെ തലയ്ക്കല്ല വെളിവില്ലെന്നാ തോന്നുന്നത്. അമ്മേ, പോടാ.
നീ എന്താ പേടിപ്പിക്കുന്നോ? ഇവന് വട്ടാ, മുഴുവട്ട്. എനിക്ക് വട്ടാണെങ്കിലേ അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാ, പാരമ്പര്യമായിട്ട് കിട്ടിയതാ.